പൊന്നുമോനെ കൊന്നു കളഞ്ഞല്ലോ ഡോക്ടർസേ. അതായത് വാൽപ്പാറയിലെ ഡ്രൈവറായിട്ടുള്ള നമ്മുടെ നൗഷാദ് അലി മരണപ്പെടുകയാണ്. മരണത്തിന് കാരണം ഡോക്ടേഴ്സാണ്. ആ കുടുംബം കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്, അത് ഞാൻ വെച്ചു തരാം. അതായത് ആ കുടുംബം പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ പറയുന്ന നൗഷാദ് മരണത്തിൽ മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് വരൂ ഡോക്ടറെ എന്ന് ഞങ്ങൾ ഡോക്ടറെ പോയി വിളിച്ചു. എന്നാൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത്. അതിനുശേഷം ഡോക്ടർ വന്ന് മരിച്ചു എന്ന് പറയുകയാണ്. നാണമുണ്ടോ ഡോക്ടറെ? നീയൊക്കെ മനുഷ്യനാണോ? അതായത് ഒന്ന് വാ 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 എന്ന് കുടുംബം കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ഈ ചങ്ങായി എന്നല്ല, ആ വൃത്തികെട്ട ഡോക്ടർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. എന്താണല്ലേ? സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശം. ആ കുടുംബം തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ വെച്ചു തരാം. ഒരു ഫോൺ സംഭാഷണം അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് കേരള സർക്കാരിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ശിവൻകുട്ടി അടക്കം പറഞ്ഞത്, വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അടക്കം പറഞ്ഞത്, ആ പയ്യന്റെ ഇപ്പോൾ നൗഷാദ് അലിയുടെ എല്ലാ ചികിത്സയും ഹോസ്പിറ്റലിലുള്ള 3 പേരുടെ എല്ലാം ഞങ്ങൾ നോക്കാം. ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടിയോട് ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ആരും ദൈവമൊന്നുമല്ല. മരിക്കാൻ വിധിയുള്ള, ഇപ്പം ഞാൻ മരിക്കണമെങ്കിൽ ദൈവം വിധിച്ചതാണ്, അതിന് തടയാൻ ആർക്കും പറ്റത്തില്ല. പക്ഷേ ഇവിടെ നോക്കൂ, 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഓക്കെ, ആ കുടുംബം തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗത്തിലൊക്കെ വരാം. ആദ്യം വാർത്തയുടെ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ആ കുടുംബം വൈകാരികമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൗഷാദിന് വയ്യാതായ സമയത്ത് തന്നെ ഡോക്ടർമാരെ വിവരം അറിയിച്ചതാണ്. പക്ഷെ അവർ വേണ്ട കരുതലോടുകൂടി ചികിത്സ നൽകിയില്ല എന്നൊരു ആരോപണം നൗഷാദിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. നമുക്കറിയാം, തമിഴ്നാട് സർക്കാർ എല്ലാ വിധത്തിലും ചികിത്സ ഉറപ്പു നൽകുമെന്ന് പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഏറ്റവും മികച്ച ചികിത്സയാണ് അവർക്ക് അവിടെ ലഭ്യമാക്കുക. ആ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇത്തരം ഒരു അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അനാസ്ഥയുടെ പുറത്ത് നൗഷാദ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കുറെ പോസ്റ്റ്, ശിവൻകുട്ടിയുടെ പോസ്റ്റ്, പിണറായി വിജയന്റെ പോസ്റ്റ്, എന്തിനു വേണം നരേന്ദ്രമോദിയുടെ പോസ്റ്റ്, എല്ലാവരെയും പുതിയ പോസ്റ്റ് വരും. മരിച്ചു പോയവന്റെ അത്, മരിച്ചു പോയവൻ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പൊന്നു ശിവൻകുട്ടിയോടും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. മീഡിയാസ് ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ സുരക്ഷയും ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ആ കുട്ടി മരിച്ചുപോയ പൊന്നുമോൻ മരണത്തിൽ മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് വരൂ ഡോക്ടറെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ പോവാത്തത്? ഇതാണോ ചികിത്സ? ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, ആ ഫോൺ സംഭാഷണം വെച്ച് തരാം. എനിക്കിട്ടിയ ഇൻഫർമേഷനിൽ, അതായത് പൊന്നു മനുഷ്യന്മാരെ, ഈ പൊന്നുമോന്റെ ബന്ധുക്കൾ ആദ്യം തന്നെ കോയമ്പത്തൂർ തമിഴ്നാടിലുള്ള ഈ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു, അതായത് ആ ഡോക്ടർമാരൊക്കെ ഈ കുട്ടിയെ നോക്കുന്നത് ശരിയല്ല, ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, നിങ്ങളൊന്ന് സമ്മതിച്ച് തന്നാൽ മതി, പൈസ ഒന്നും ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ഞങ്ങളുടെ മോന് വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടണ്ട, അവനെ ഒന്ന് തന്നാൽ മതി, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനൊരു സമ്മതം തന്നാൽ മതി എന്ന് ഈ പാവപ്പെട്ടവന്റെ കുടുംബം പറയുമ്പോൾ ഈ കോയമ്പത്തൂരിലെ ഹോസ്പിറ്റൽ അധികൃതർ പറയുകയാണ്, അതിന് കലക്ട്രേറ്റിന്റെ നോട്ടീസ് വേണം, പണ്ടാരത്തിന്റെ നോട്ടീസ് വേണം, അതിന്റെ ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്ന് പറയുകയാണ്. ഒരു ജീവൻ ഇത്രയും വിലയുള്ള ഒരു നോട്ടീസിന്റെ വിലയാണോ ഉള്ളത്? അതായത് മെഡിക്കൽ കോളേജിൽ നല്ല രീതിയിൽ നോക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് കുടുംബം പറഞ്ഞപ്പോൾ അതിനും സമ്മതിച്ചിട്ടില്ല ഈ പണ്ടാരങ്ങൾ. എന്തോ ഒരു നോട്ടീസ് വേണമെന്ന് പറയുകയാണ്. എന്തായാലും ഈ നിയമത്തെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. ഓക്കെ, ഒരൊറ്റ ഫോൺ സംഭാഷണം വെച്ച് തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. റോഡ് സൈഡിലൂടെ ഇപ്പോൾ ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നെയാണ് ഒരു 2-3 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത്. പിന്നെ ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കോ? ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത്. ഇപ്പോൾ റോഡ് സൈഡിൽ ഞാൻ മരണത്തിൽ മല്ലടിച്ച് കിടക്കുമ്പോൾ എന്നെ ആരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല, കാരണം അവനാണ് അതിന്റെ പിന്നിൽ കോടതി കയറേണ്ടി വരുന്നത്. ഇവിടെ നോക്കൂ, ആ പൊന്നുമോൻ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് നോട്ടീസ് വരണം, പണ്ടാരം വരണം എന്ന് പറയുകയാണ്. നാണമുണ്ടോ? ഓക്കെ, നമുക്ക് ആ കുടുംബം കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ആക്ച്വലി ലാസ്റ്റ് 2 days ആയിട്ട് പേഷ്യന്റ് വൈഫും ഫാമിലിയും ഓൾറെഡി ഇവിടുന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. ഹലോ, കേൾക്കാം, പറയൂ. സോ ആ സമയത്ത് ഇവിടുന്ന് അനുവദിച്ചില്ല. അവർ പറഞ്ഞു കളക്ടറേറ്റിന് ഓർഡർ വരണം. സോ കളക്ടറിന്റെ ഓർഡർ കിട്ടണം, എന്നാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാരണം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഫാമിലി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിന്റെ ട്രീറ്റ്മെന്റിൽ. ആക്ച്വലി ട്രീറ്റ്മെന്റിൽ കുറെ അപാകതകൾ ഉണ്ടെന്ന് ഫാമിലി ഓൾറെഡി ഉന്നയിച്ചിരുന്നു. അത് പ്രകാരം 2-3 തവണ കോൺടാക്ട് ചെയ്തിട്ടും ഹോസ്പിറ്റൽ ഡീനോ ആർഎംഒ ആരും തന്നെ അതിന് ചെവിക്കൊണ്ടില്ല. സോ ഫൈനലി
ഇന്നലെ വൈകിട്ടുള്ള ട്രീറ്റ്മെന്റ് പുള്ളിക്ക് ഓൾറെഡി വൈറ്റൽസ് എല്ലാം നോർമൽ അല്ലാതിരിക്കുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സ് അത് ഇൻഫോം ചെയ്തതിനു ശേഷം 1.5 മണിക്കൂറിന് ശേഷമാണ് മെയിൻ ഡോക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്കും അവർ കൺഫേം ചെയ്തു ഓൾറെഡി പേഷ്യന്റ് പാസ്ഡ് ആണെന്ന് പറഞ്ഞത്. സോ മെഡിക്കലി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് പോയിട്ടില്ല. ആൻഡ് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓൾറെഡി കൊണ്ടുപോകാൻ വേണ്ടി ഫാമിലി ഒരുപാട് നിർബന്ധിച്ചിട്ടും ഹോസ്പിറ്റൽ അത് അനുവദിച്ചിട്ടുമില്ല. ഇതിൽ മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ തേടിയിരുന്നോ ഹോസ്പിറ്റൽ മാറ്റുക എന്നൊരു കുടുംബത്തിന്? ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ആക്ച്വലി ഒരുപാട് പേരെ സമീപിച്ചിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് എന്താണെന്നുള്ളത് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, കാരണം ഓൾറെഡി ആ ഫാമിലി ദുഃഖത്തിലാണ് ഉള്ളത്, ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ മരിച്ചതിന് ശേഷം RM-ഉം DM-ഉം ഡീനും എല്ലാവരും തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഫാമിലിയെ പോലീസ് വരുന്നു, ഇവര് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഫാമിലിയെ ഫുള്ളും ഇവര് പോലീസ് ഓൾറെഡി വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോരുത്തർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഹോസ്പിറ്റലിന് ഒരു ക്വസ്റ്റ്യനും ഒന്നും കാണുന്നില്ല. അതാണ് ഇപ്പൊ പുറമേ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫാമിലി മെമ്പേഴ്സ് ഈ മെഡിക്കൽ അപാകതയ്ക്ക് ഫാമിലി മെമ്പേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പോലീസ് ഒരു 10-12 പോലീസുകാരും ആദ്യം SI വന്നു, PC വന്നു, SI വന്നു. ഇപ്പൊ മുതിർന്ന ഉദ്യോഗസ്ഥർ, റാങ്ക് എന്താണെന്ന് അറിയില്ല, മുതിർന്ന ഉദ്യോഗസ്ഥർ 10-12 പോലീസുകാരൊക്കെ വന്നു. സോ കാരണം ഫാമിലി മെമ്പേഴ്സ് ഓൾറെഡി പറഞ്ഞത് മീഡിയ ആയിട്ട് കൊണ്ടുപോകും, കാരണം ഞങ്ങൾ അത്രയും ചോദിച്ചാണെന്ന് പറഞ്ഞിട്ട് മീഡിയ ആയിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ മീഡിയ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പേടിപ്പിക്കലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള ആരെയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? പ്രത്യേകിച്ച് മഞ്ഞളാംകുഴി അലി MLA ഉൾപ്പെടെയുള്ളവരൊക്കെ കാര്യമായി വിഷയത്തിൽ ഇടപെട്ടു? ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കേണ്ടി വരും, കേരളത്തിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെടാൻ നോക്കിയോ. നമ്മളിവിടെ അതല്ലാതെ ഇവര് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഇവരെ കോർഡിനേറ്റ് ചെയ്ത കുറെ ടീംസ് ഉണ്ട്, അവരുടെ പേരും നമ്പറൊന്നും എനിക്ക് അറിയില്ല. KMCC ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അറിയാം നമുക്ക്. KMCC ആളുകളും അതല്ലാതുള്ള കുറെ ഇവരെ കോർഡിനേറ്റേഴ്സിനെ എല്ലാവരും ഇവര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കളക്ടർ, DMO, ADMO ഇവരെയൊക്കെ ഇവര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്കൂ, തമിഴന്മാരായ അണ്ണാച്ചിമാർ പോലീസ് വന്നിട്ട് ഈ കുടുംബത്തെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. നാണമുണ്ടോ? അതായത് എൻ്റെ പൊന്നു കേരളത്തിലുള്ള ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാരിനോട് ഒരു കാര്യം പറയുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല, നമ്മുടെ പയ്യന്മാരെ നമ്മളെയാണ് സംരക്ഷിക്കേണ്ടത്. ശിവൻകുട്ടിയൊക്കെ പറഞ്ഞു ഞങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നൊക്കെ. അവിടെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്കെന്ത്, അണ്ണാച്ചിമാരല്ലേ. 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കും, 9 പേര്. നാട് നടുങ്ങി. എന്തിനു വേണം? നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ നടുങ്ങിയാണ്. ലോകത്തിൽ തന്നെ ചർച്ചയായ വിഷയമാണ് ഈ വാൽപ്പാറ അപകടം. അപ്പം അങ്ങനെയുള്ള ഒരാളെങ്കിലും 3 പേരെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാക്കി 2 പേരുടെ അവസ്ഥ വളരെ വളരെ ഗുരുതരം എന്നാണ് പറയുന്നത്. പടച്ചോൻ തന്നെ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം വരുമ്പോൾ എന്തിനാണ് അവിടുത്തെ ഡോക്ടേഴ്സ് തിരിഞ്ഞു നോക്കുന്നില്ല? ഒരു സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഈ പയ്യൻ്റെ അടുത്ത് തന്നെ വെക്കണ്ടേ? ഇതിപ്പോൾ എന്ത് 2 ലക്ഷം 1 ലക്ഷം എന്നൊക്കെ, അതായത് മരിച്ചു പോയതിൻ്റെ കുടുംബത്തിൽ 50,000 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വരും, വായിലെന്തെങ്കിലും വരും. അതായത് ഇന്നലെ വരെ സാക്ഷാൽ മറുനാടൻ, വലിയൊരു യൂട്യൂബറായ മറുനാടൻ അടക്കം പറഞ്ഞത് 9 പേർ മരിക്കാൻ കാരണം ഈ പൊന്നുമോനായ ഡ്രൈവറായിട്ടുള്ള പയ്യനെന്നാണ്. കുറേ പേര് ഈ പൊന്നുമോൻ ഇന്നലെ വരെ ഇവൻ ജീവിച്ചിരുന്നല്ലോ, അപ്പോൾ പറഞ്ഞത് അവൻ കൊന്നതാണ് 9 പേര്, അവനെ വെറുതെ വിടരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുള്ള ഉത്തരവുമായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. നമുക്കതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇവന്റെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ടാണ് വാൽപ്പാറയിൽ അപകടമുണ്ടായതും 9 പേരും മരണപ്പെട്ടത്. അവനാകെ 22 വയസ്സല്ലേ ഉള്ളൂ. 22 വയസ്സുള്ള ഒരു കൊച്ചു പയ്യന് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാന്? ഇങ്ങനെ കുറെ കമന്റ് കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഓടിക്കുന്ന വണ്ടികൾ അപകടത്തിൽ പെടാറില്ലേ? ആരും മരിക്കാറില്ലേ? നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയ ആളൊന്നുമല്ലല്ലോ അവൻ. ഇതിലും എക്സ്പീരിയൻസ് കൂടിയ ആളുകൾ ഓടിച്ച വണ്ടികൾ ഇതിലും വലിയ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അതൊന്നും ആരും കണ്ടിട്ടില്ല. ചില ആളുകളുണ്ട്, ഇവന്മാർക്ക് എന്ത് എവിടെ പറയണമെന്നും അറിയില്ല, വിവരം കെട്ടവന്മാർ. പിന്നെ അതിന്റെ ഇടയിൽ വേറെ കുറയണം, അവന്റെ പേരും മതവും നോക്കി അവനെ തെറി പറയുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒരു അപകടം നടന്ന ആളുകൾ മരിക്കുമ്പോൾ പോലും അതിലും മതം കുത്തിക്കയറ്റുന്ന അവസ്ഥ. ഇതാ പാവം പയ്യൻ അവനെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചു കാണും. അവനെ കൊണ്ട് പറ്റിക്കാണില്ല, ചിലപ്പോൾ വിധി അതായിരുന്നു കാണും. അവന്റെ എക്സ്പീരിയൻസിനെ കുറ്റം പറയുന്നതിന് മുമ്പ് അവന് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കും. ആ പാവം പയ്യൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അതായത് ഒരു കാര്യം പറയുകയാണ്, ഞാനൊക്കെ കാർ ഓടിക്കുന്നവരാണ്, ആരും വെറുതെ ഒരാളെ പോയി ഇടിക്കൂല പൊന്നു മനുഷ്യന്മാരെ. സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഈ പൊന്നുമോൻ അത്രയും വലിയൊരു വാൽപ്പാറ അപകടം സംഭവിക്കുമ്പോൾ അവനിൽ പറ്റുന്നതെല്ലാം അവൻ ചെയ്തിട്ടുണ്ടാവും, ഗിയർ മാറ്റിയിട്ടിട്ടും. അവസാനം വിധി അതാണ്. പടച്ചോൻ എന്താണോ വിധിച്ചത് അതല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ എന്ത് വർഗീയതൊക്കെ കൊണ്ടുവന്ന്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്താൽ നിങ്ങൾ കണ്ടു തീർക്കുമോ എന്ന് എനിക്കറിയില്ല.
എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 3 ദിവസത്തെ ദുനിയാവാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു ദുനിയാവിൽ നിന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കുക, അത്ര വരെ ഒന്ന് നല്ല രീതിക്ക് ജീവിക്കുക, വർഗീയതയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇനി എന്ത് പഠിക്കാനാണ്? ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു, ഒരു കൊച്ചു പയ്യന് പാമ്പ് കടിയിട്ട് മരിച്ചു എന്ന്. അപ്പോൾ ഇന്നലെ മൊത്തത്തിൽ ചർച്ച പാമ്പിനെ എങ്ങനെ സൂക്ഷിക്കണം, മറ്റേ ജനൽ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു ആപത്ത് വന്നിട്ടാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഇന്ന് നോക്കൂ, ഈ വാൽപ്പാറയിൽ അപകടം സംഭവിക്കുമ്പോൾ അവിടെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ വാർത്ത വന്നു. പക്ഷേ ഈ പയ്യന്, ഈ 3 പേര് ഹോസ്പിറ്റലിലുള്ള 3 പേരുടെ അവസ്ഥ എന്തെന്ന് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? എല്ലാവരും പറഞ്ഞു അവർ നല്ല രീതിക്ക് നോക്കുന്നുണ്ട് എന്നാണ്. പിന്നെ ആ ഫാമിലി എന്തിനാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറ്റേ ഡോക്ടർ വന്നത് എന്ന്? അപ്പോൾ തൽക്കാലം ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.